ഒരിടക്കാലം കൊണ്ട് ഞുഴഞ്ഞു കയറിയതാണെങ്കിലും ഇപ്പം ഇത് സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണല്ലേ. അപ്പം ആദ്യം ഇത്തിരി വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ഒരു 1/2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുത്തിട്ട് നന്നായി തിളയ്ക്കുമ്പോൾ ഒരു 1.5 കപ്പ് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സോഫ്റ്റ് ആകുമ്പോൾ കോരി മാറ്റിയിട്ട് നല്ല പോലെ വെള്ളം പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഓണത്തിന് അതിഥിയുടെ വക എനിക്കും കിട്ടിയൊരു ഗിഫ്റ്റ്. അപ്പോൾ ഇതിൽ അതിഥിയുടെ റോസ്റ്റഡ് റവയുണ്ട്, അതിഥിയുടെ തന്നെ മൈദയുണ്ട്, വനസ്പതിയുണ്ട്, ചക്കിയാട്ടയുണ്ട്, പിന്നെ അതിഥിയുടെ റോസ്റ്റഡ് കോക്കനട്ട് ഓയിലും സൺഫ്ലവർ ഓയിലും ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൽ എന്ത് കുക്ക് ചെയ്താലും നല്ല ടേസ്റ്റാന്നേ. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും ഇത്തിരി തേങ്ങാക്കൊത്തും ഇട്ട് കളർ മാറി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു സവാള നൈസായിട്ട് അരിഞ്ഞതും, 2-3 പച്ചമുളകും കറിവേപ്പില ഇട്ട് അത്യാവശ്യം നന്നായി വഴന്നു വരുമ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ആ പൊടികളുടെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറുമ്പോൾ സോയാ ചങ്ക്സ് ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഓരോ ടീസ്പൂൺ വീതം മീറ്റ് മസാലയും കുരുമുളക് പൊടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കുറച്ചധികം നേരം ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു മസാലക്കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ ബീഫ് ഫ്രൈഡ് ടേസ്റ്റിലൊരു അടിപൊളി സോയാ ഫ്രൈ റെഡിയാണ്. പിന്നെ ഈ ഓണത്തിന് അതിഥി ഒരുക്കുന്ന സമ്മാന മഴയിൽ നിങ്ങൾക്കും പങ്കെടുക്കാട്ടോ. അതിഥിയുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് പങ്കെടുക്കാട്ടോ.